ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 30 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റിൻ്റെ രൂപത്തിൽ അറിയിക്കുക. ഓക്കെ. രണ്ടാം ഇഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഇഴവ മെമ്മോറിയൽ 1900 രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ പ്രഭുവിനാണ് ഇഴവ മെമ്മോറിയൽ, രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഒന്നാം ഇഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ഒന്നാം ഇഴവ മെമ്മോറിയലിൻ്റെ കൊല്ലം ഏതാണ്? സമർപ്പിച്ച കൊല്ലം ഏതാണ്? 1896 ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അല്ലേ? 1896 സെപ്റ്റംബർ 3 ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അതുപോലെ മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? മലയാളി മെമ്മോറിയലിൻ്റെ കൊല്ലം എന്താണ്? 1891 മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ആർക്ക് തന്നെയാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന് തന്നെ. 1900 രണ്ടാം ഇഴവ മെമ്മോറിയലാണ് കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത് അല്ലേ? ലോർഡ് കഴ്സന് രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോർഡ് കഴ്സൺ പ്രഭുവിനാണ്. മലയാളി മെമ്മോറിയലും ഒന്നാം ഇഴവ മെമ്മോറിയൽ, അതായത് ഇഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെ ഉപദേശം മാനിച്ചുകൊണ്ടാണ്? ഗാന്ധിജിയുടെ അല്ലേ? ഏതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നായിരുന്നു? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലേ? ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജി ഇടപെട്ട് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ്റെ നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഏതായിരുന്നു വർഷം? 1936 നവംബർ 12 അല്ലേ? 1936 നവംബർ 12 ആയിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം എന്നാണ്? 1809 കുണ്ടറ വിളംബരം. നിവർത്തന പ്രക്ഷോഭം എന്നാണ്? 1932 നിവർത്തന പ്രക്ഷോഭം. മലയാളി മെമ്മോറിയൽ എന്നാണ് വരുന്നത്? 1891 മലയാളി മെമ്മോറിയൽ. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഏതാണ് വരുന്നത്? ആദ്യം വരുന്നത് ഏതാ? 1809 ഒന്നാണ് ആദ്യം വരുന്നത്. പിന്നെ മലയാളി മെമ്മോറിയൽ 1891 3. പിന്നെ വരുന്നത് 4 അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹം അവസാനമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകർ സംഘടനകൾ അല്ലേ? അയ്യങ്കാളി ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. പൊയ്കേൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠസ്വാമികൾ ഏതാണ്? സമത്വ സമാജം. അപ്പോൾ ഏതാ? 1 2 ആയിരിക്കും. 1 2 ഏതാണ്? 2 3 3 4 4 1. ഓക്കെ, എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഏതാണ് നിയമം? റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. എന്താണ് ഈ റൗലറ്റ് ആക്ട്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന സംശയത്തിൻ്റെ പേരിൽ ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ 2 വർഷം വരെ തടവിൽ വയ്ക്കാനും വാറൻ്റ് ഇല്ലാതെ എവിടെയും കയറി ചെല്ലാനുമുള്ള അധികാരം പോലീസിന് നൽകിയ ഇതിലെ റൗലറ്റ് ആക്ടിലെ ആരെയും
എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന സംശയം മൂലം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ തടവിലടയ്ക്കാനും സാധിക്കും അല്ലേ. വിചാരണ ഇല്ലാതെ അവരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാനും സാധിച്ചിരുന്നു. അതാണ് റൗലറ്റ് ആക്ട്. ഇത് പ്രകാരമാണ്, ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ക്വസ്റ്റ്യൻ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയത്. ഇനി റൈറ്റ് വാരി എവിടെയാണ്? റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി. മഹൽവാരി എവിടെയായിരുന്നു? മഹൽവാരി വന്നിരുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വന്നിരുന്നത്. മഹൽവാരി. മറ്റേതാ? റൈറ്റ് വാരി വന്നിരുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട സംഘടന. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ബെൽഗാമാണ്. ബെൽഗാം. ഏത് വർഷമായിരുന്നു? 1924 ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ചത്. സമ്മേളനം ബെൽഗാം സമ്മേളനം. ഇനി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൽക്കട്ട സമ്മേളനമായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെട്ടത് ഏതവകാശമാണ്? സ്വത്തവകാശം അല്ലേ. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും അതൊരു നിയമാവകാശമായി മാറുകയും ചെയ്തു. പിന്നെ ഏതാണ് കൂട്ടിച്ചേർത്തത്? 300A എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും അത് സ്വത്തവകാശത്തിനുള്ള ആർട്ടിക്കിളാണ് അല്ലേ. 300A സ്വത്തവകാശമാണ്. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒരു നിയമാവകാശമായി മാറുകയും അതിന് 300A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അല്ല, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് ഏത് ഭേദഗതി വഴിയാണ്? 86-ാം ഭേദഗതി അല്ലേ. 86-ാം ഭേദഗതി വഴിയാണ് 21A എന്ന ആർട്ടിക്കിൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് അല്ലേ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത് ഏത് ഭേദഗതി വഴിയാണ്? 86-ാം ഭേദഗതി. വർഷം ഏതാണ്? 2002 ആണ്. 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3
പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? നമുക്ക് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതുള്ളതാണ്. 6 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതില്ല. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇത് മൗലിക അവകാശമല്ല. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ശരിയാണ്. സമത്വത്തിനുള്ള അവകാശവും ശരിയാണ്. അപ്പോൾ ഏതാണ്? ബി ആണ് അല്ലേ. ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ഏതാണ്? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ് ഭാഗം 3 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിൻ്റെ ന്യൂക്ലിയസിലാണ്? പ്രോട്ടിയത്തിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? KLMN എന്നീ ഷെല്ലുകളാണ് നമുക്കുള്ളത്. അപ്പോൾ കെ ഷെല്ലിൽ എത്രയാണ്? 1, ഇതിൽ 2, ഇതിൽ 3, ഇതിൽ 4 അല്ലേ കെ ഷെല്ലിൽ. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എന്നിട്ട് 2n². അപ്പോൾ n ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ 2 × 1² = 2. 2 ഇലക്ട്രോണാണ് കെ ഷെല്ലിൽ കൊള്ളുന്നത് അല്ലേ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉൾക്കൊള്ളുന്നത്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നിയമമാണ്? ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം ഏതാണ്? പാസ്കൽ നിയമമാണ്. വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം പാസ്കൽ നിയമമാണ്. ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? B12ൻ്റെ അപര്യാപ്തത മൂലം പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയാണ് B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? നിലമ്പൂരാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജിൻ. ഫൈബ്രിനോജിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ആദ്യം ഏതാണ് വരുന്നത്? ഭാരതപ്പുഴ, പിന്നെ പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ അല്ലേ. ഏറ്റവും ആദ്യം വരുന്നത് ഭാരതപ്പുഴയാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ? നർമ്മദയും താപ്തിയും അല്ലേ. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ.